ഇടത് സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രന് കനത്ത തോൽവിയാണ് ഇത്തവണ നേരിടേണ്ടി വന്നത്. ഇപ്പോൾ പന്ന്യൻ രവീന്ദ്രൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ്. ആദ്യം പന്ന്യന്റെ വാക്കുകളിലേക്ക്. ആ ഒഴുക്ക് ജനങ്ങളെ സ്വാധീനിക്കുക. പാവപ്പെട്ട ആളുകൾ പെട്ടെന്നുള്ള അവരുടെ അത്യാവശ്യത്തിന് പണമല്ലേ വളരെ പ്രധാനം. അത് സ്വാധീനിച്ച് പിന്നെ ഇടനിലക്കാരും ഒരുപാടുണ്ട്. ഇടനിലക്കാരെ സഹായിച്ച് ഞാനൊരു ദിവസം ഇങ്ങനെ പോകുന്ന അവസരത്തിൽ ഒരു 10-21 ബൈക്ക ചെറുപ്പക്കാർ നല്ല സ്ഥാനാർത്ഥിൻ്റെ കുപ്പായം ഇട്ടുകൊണ്ട് ബൈക്ക് വന്ന് അവിടെ അപ്പോൾ ഞാൻ രസം അവിടെ നിന്ന് ഇറങ്ങി ഒരു ചായ കുടിക്കുമ്പോൾ ഞാൻ അവരോട് ചോദിച്ച് എന്തൊക്കെയാണ് ലോക്കിയൊക്കെ പറഞ്ഞു. അങ്ങനെ ഈ ചെറുപ്പക്കാർ അവരൊന്നും അങ്ങനെ പൊളിറ്റിക്സുള്ള ആളുകളല്ല എന്ന് പറഞ്ഞ ആളുകളെ നമുക്ക് ഒരു പാവപ്പെട്ട ആളുകൾ ജീവിത സാഹചര്യം ഇല്ലാത്ത ആളുകൾ ഈ പണം എന്ന് പറയുന്നത് അവർക്ക് തൽക്കാലത്തേക്ക് പൈസ കൊടുക്കുക. പിന്നെ പാവപ്പെട്ട ആളുകൾ അതുകൊണ്ട് അതൊന്നും നിങ്ങളങ്ങനെ സാങ്കേതികമായി ശാസ്ത്രീയമായി പരിശോധിച്ചാൽ എങ്ങനെയാണ് സാങ്കേതികമായിട്ട് എന്ത് വരുമോ എന്നുള്ളതും നമ്മൾ ആലോചിച്ചിരിക്കും. അത് രണ്ടുപേരും അതിന് മോശക്കാരല്ല. നിങ്ങളത് രണ്ടുപേരും മോശക്കാരല്ല. അവരെ തമ്മിലുള്ള തർക്കം ഉണ്ടായിരുന്നല്ലോ. അല്ല അങ്ങനെയൊന്നും ഇപ്പം നമ്മളൊന്നുകൂടി പരിശോധിക്കട്ടെ. രണ്ടുപേരും മോശക്കാരല്ല. അതിലാരാണ് കൂടുതൽ കുറവ് എന്നുള്ള അളവുകോലം നമ്മൾ എടുത്ത് കയ്യിലില്ല. നമ്മൾ നമ്മളെപ്പോഴും പരിശോധിക്കാരനല്ല. ഓരോ തെരഞ്ഞെടുപ്പിലും നമുക്ക് എവിടെയാ വീക്ക്നെസ്, എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് കൃത്യമായി പരിശോധിക്കാറുണ്ട്. ഇനിയും പരിശോധിക്കും. കാരണം നമ്മൾ പരിശോധിക്കേണ്ട ആളുകളല്ലേ. കാരണം കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന പ്രസ്ഥാനം ഇടതുപക്ഷ പ്രസ്ഥാനമല്ലേ. ആ പ്രസ്ഥാനം അതുപോലുള്ള സംഭവം ഉണ്ടായത് നമ്മൾ കൃത്യമായി പരിശോധിക്കും. നമ്മൾ വളരെ താഴെയും പോയി പരിശോധിക്കും. ആ പരിശോധനയിൽ നിന്നും ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. തോറ്റാ പോയി കിടന്നുറങ്ങിയിട്ട് അടുത്ത തവണ തെരഞ്ഞെടുപ്പാകുമ്പോൾ നമ്മൾ വീണ്ടും തിരിച്ചു വരാമെന്നുള്ളതൊന്നും ആയിരിക്കില്ല. നമ്മൾ പരിശോധിക്കും. ആ പരിശോധിച്ച് ഇവിടെ ഇടപെട തിരുത്തും. അല്ലല്ല, നമുക്ക് കേരളത്തിൽ ഈ കഴിഞ്ഞ തവണ നമ്മളെ പാർലമെൻറ്റിലേക്ക് കഴിഞ്ഞ തവണ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, പാർലമെൻറ്റ് നമ്മൾ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട്. നമ്മൾ ഗ്രാസ് റൂട്ട് ലെവലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. തൃശ്ശൂർ വർക്കിൽ നമ്മൾ ഒരുപാട് മുമ്പോട്ടായിരുന്നു. പക്ഷെ എന്ത് വന്നാലും ഇതുപോലൊരു സാഹചര്യത്തിൽ രക്ഷപ്പെട്ടു വരണ്ടേ. നിങ്ങൾ രക്ഷപ്പെട്ടു വരണ്ടേ. അതിനുള്ള തന്ത്രങ്ങൾ നമ്മൾ ഇനിയും നോക്കും. നമ്മൾ മനുഷ്യരല്ലേ. മനുഷ്യരെന്ന രീതിയിൽ അനുഭവമാണ് നമ്മളെ ഗുരുനാഥന്മാർ. നമ്മളത് പരിശോധിക്കും. അതെ, അല്ല അതിപ്പോ വേണ്ട, ഇപ്പൊ ചർച്ച വേണ്ട. അതിപ്പോ വേണ്ട. ഇന്നലെ പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ യുഡിഎഫിന്റെ കോൺഗ്രസിന് മുതിർന്ന നേതാവ് കെ മുരളീധരൻ പറഞ്ഞത് ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്കില്ല, മത്സരത്തിലേക്കില്ല എന്നൊക്കെയാണ്. വനവാസ സൂചനയൊക്കെയാണ്. സഖാവിനെ എങ്ങനെയാണ്? അയ്യോ, ഞാൻ ഫുൾ ടൈം ഉണ്ട്. ഞാൻ ഈ മരിക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തനത്തോടു കൂടിയാണ് മരിക്കുക. ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം മാറുന്നില്ല. ഞാൻ സെൻട്രൽ സെക്രട്ടേറിയറ്റിലേക്ക് ഉണ്ടായിരുന്ന ആളാണ്. കേന്ദ്ര കൺട്രോൾ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്ന ആളാണ്. അത് പാർട്ടിയുടെ വലിയ പന്ന്യൻ രവീന്ദ്രനാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം തെരഞ്ഞെടുപ്പിന്റെ തോൽവിയുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നടത്തുന്നു. വലിയ തോതിൽ പണം ഒഴുകിയിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവിധ ഏജൻസികളെ ഉൾപ്പെടെയൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണമായിരുന്നു കണ്ടത് എന്നതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതേസമയം